കൊച്ചി പുത്തൻകുരിശ് അയ്യൻകുഴി പ്രദേശത്തെ ജനങ്ങൾക്ക് നീതി ലഭിക്കണമെന്ന് BJP. HOCL, BPCL കമ്പനികളിൽ നിന്നുമുള്ള മലിനീകരണം തടയാൻ നടപടിയുണ്ടാകണം. കമ്പനികളിൽ നിന്നും ഉയരുന്ന പൊടി കുട്ടികളടക്കമുള്ള പ്രദേശവാസികൾക്ക് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുവെന്നും BJP ആരോപിച്ചു. വിഷയം വഷളാക്കിയത് കമ്പനിയിലെ ചില ഉദ്യോഗസ്ഥരാണെന്നും BJP ആരോപിക്കുന്നു. വടവുകോട് പുത്തൻകുരിശ് പഞ്ചായത്തിലെ 16-ാം വാർഡിൽ താമസിക്കുന്ന ജനങ്ങളാണ് ദുരിത ജീവിതം നയിക്കുന്നത്. സമീപത്തെ HOCL, BPCL പ്ലാന്റുകളിൽ നിന്നും വലിയ തോതിൽ മാലിന്യം തള്ളപ്പെടുന്നു. പ്രദേശത്ത് വായു മലിനീകരണം രൂക്ഷമാണ്. മാരകമായ രാസപദാർത്ഥം പറന്നു വീണ് കുടിവെള്ളം മുട്ടുകയും ശാരീരിക അസ്വസ്ഥതകളുണ്ടാവുകയും ചെയ്തിട്ടും ഉത്തരവാദിത്തമേൽക്കാതെയും പരിഹാരം കാണാതെയും ഒളിച്ചു കളിക്കുകയാണ് പഞ്ചായത്ത് ഭരണസമിതിയും കമ്പനി അധികൃതരുമെന്ന് BJP ആരോപിച്ചു. 1.5 ആഴ്ച മുമ്പ് ആ പ്രദേശത്ത് കാറ്റലിസ്റ്റ് എന്ന് പറയുന്ന ഒരു അതിമാരകമായിട്ടുള്ള ഒരു കെമിക്കല് അവിടെ അന്തരീക്ഷത്തിലൂടെ പറന്ന് ആ പ്രദേശം ആകെ വ്യാപിക്കുകയും അവരുടെ മുറ്റത്തുള്ള കിണറടക്കമുള്ള കുടിവെള്ള സ്രോതസ്സുകൾ എല്ലാം മലിനമാക്കുകയും ചെയ്തപ്പോൾ ആ സംഭവം അന്നേരം തന്നെ ഈ പഞ്ചായത്ത് അധികൃതരെയും അതുപോലെ കമ്പനിയും പോലീസ് സ്റ്റേഷനിലും ഒക്കെ വിളിച്ചറിയിച്ചെങ്കിലും ഒരാളും അത് അന്വേഷിക്കുവാനായിട്ട് ആ പ്രദേശത്തേക്ക് കടന്നു ചെന്നില്ല എന്നുള്ളതാണ്. മലിനീകരണത്തിനെതിരെ കഴിഞ്ഞ ദിവസം ജനകീയ സമിതി പ്രതിഷേധം നടത്തിയിരുന്നു. പോലീസിനെ ഉപയോഗിച്ച് ജനങ്ങളെ വിരട്ടിയോടിക്കാൻ ശ്രമിച്ചെങ്കിലും പ്രതിഷേധം കനക്കുകയായിരുന്നു. തുടർന്ന് കമ്പനി അധികൃതർ ചർച്ചയ്ക്ക് തയ്യാറായി. മലിനീകരണം തടയാൻ നടപടി ഉണ്ടാകുമെന്ന് അധികൃതർ ഉറപ്പു നൽകിയിട്ടുണ്ട്. എന്നാൽ മുൻപും ചർച്ചകൾ നടന്നിട്ടും പ്രശ്നപരിഹാരം ഉണ്ടായിട്ടില്ലെന്ന് BJP ചൂണ്ടിക്കാണിക്കുന്നു. ഇത്രയും ഗുരുതരമായിട്ടുള്ള ഒരു സംഭവം ഉണ്ടായിട്ടും അത് വളരെ യുദ്ധകാല അടിസ്ഥാനത്തിൽ പരിഹരിക്കേണ്ടതിന് പകരം 1.5 ആഴ്ചക്കാലം അത് വലിച്ചു നീട്ടി ഇപ്പോഴും ഒരു ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കി എന്ന് നമുക്ക് പറയാൻ കഴിയാത്ത സ്ഥിതിയിലാണ്. എങ്കിലും CA അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥരുടെ ഉറപ്പിന്മേലാണ് താൽക്കാലികമായിട്ട് ഈ പ്രതിഷേധക്കാർ ഇപ്പോൾ പിരിഞ്ഞു പോയിട്ടുള്ളത്. അവരുടെ അടിസ്ഥാനപരമായ ആവശ്യം എന്ന് പറയുന്നത് 9 ഏക്കറിൽ 42 കുടുംബങ്ങൾ സാൻഡ്വിച്ച് പരുവത്തിൽ അവിടെ ജീവിക്കുകയാണ്. അവർക്ക് ശുദ്ധമായി ശ്വസിക്കാനും ശുദ്ധജലം കുടിക്കുവാനും അവർക്ക് മറ്റുള്ളവരെ പോലെ സ്വാതന്ത്ര്യമായിട്ട് ജീവിക്കുവാനായിട്ടുള്ള സാഹചര്യം ഉണ്ടാകും. അതിന് BPCL കമ്പനിയോ അല്ലെങ്കിൽ HOC കമ്പനിയോ അവരുടെ സ്ഥലം അക്വയർ ചെയ്തുകൊണ്ട് അവരെ ആ പ്രദേശത്ത് നിന്ന് ഒഴിവാക്കുവാനായിട്ടുള്ള ഒരു സമീപനം സ്വീകരിക്കണമെന്നുള്ള കാലങ്ങളായിട്ട് അവർ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. വിഷയത്തിൽ ശാശ്വത പരിഹാരം വേണമെന്നാണ് BJP ആവശ്യപ്പെടുന്നത്. കേന്ദ്ര സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികൾക്ക് തടസ്സം നിൽക്കുന്ന ഉദ്യോഗസ്ഥരാണ് നിലവിൽ ഇവിടുത്തെ BPCL കമ്പനിയിൽ ജോലി ചെയ്യുന്നതെന്നും BJP പഞ്ചായത്ത് സമിതി പ്രസിഡന്റ് MR രാജീവ് അഭിപ്രായപ്പെട്ടു. ജനം, കൊച്ചി.